ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ സോഫ്റ്റായതും വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു മാംഗോ കേക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിന് ജലാറ്റിനോ കളറോ ചേർക്കുന്നില്ല. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. 85 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിർബന്ധമായും ഒരു പ്രാവശ്യം അരിച്ചെടുക്കണം. ഒരു മിക്സിംഗ് ബൗളിലോട്ട് നമുക്ക് 4 കോഴിമുട്ടയുടെ ഉണ്ണി മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. 1 മിനിറ്റ് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം 160 ഗ്രാം മെഷർ ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. 1 മിനിറ്റ് നമ്മളുടെ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഒരു 10-15 സെക്കൻഡ് ഏറ്റവും ലോ സ്പീഡിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എല്ലാം കൂടെ നമ്മുടെ മുഖത്തോട്ട് തെറിക്കും. അതിനുശേഷം ഒരു മീഡിയം ടു മീഡിയം ഹൈ സ്പീഡിൽ 1 മിനിറ്റോളം ഇട്ട് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു മഞ്ഞ കളർ മാറി നല്ലൊരു ക്രീമിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ടു മീഡിയം ഹൈ സ്പീഡിൽ കറക്റ്റ് ഒരു 3 മിനിറ്റ് ഇതിനെ ബീറ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടെ ലൈറ്റർ കളറായി, ശരിക്കും ഓൾമോസ്റ്റ് ഒരു വെള്ള കളറായിട്ടുണ്ട്, ക്രീമിഷ് വൈറ്റ് കളർ. ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 4 എഗ് വൈറ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 മിനിറ്റ് മീഡിയം സ്പീഡിൽ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരണം, നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടണം. മാക്സിമം 2 മിനിറ്റ്. അതിൽ കൂടുതൽ ബീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ കേക്കിന് സോഫ്റ്റ്നെസ് കിട്ടില്ല. എഗ് വൈറ്റ്സ് എപ്പോഴും ഏറ്റവും ലാസ്റ്റ് ബീറ്റ് ചെയ്യാനാക്കി വെക്കണം. ആദ്യം എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ യോക്സിൻ്റെ ഭാഗത്തോട്ട് വരരുത്. കാരണം എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. എഗ് വൈറ്റിൽ നിന്നും ഇങ്ങനെ വെള്ളം പോലെ വരാൻ തുടങ്ങും, ആ പതയെല്ലാം പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലൈറ്റ് ടെക്സ്ചർ കേക്കിന് കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ്സ് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വളരെ ജെൻറ്റലായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഹാർഷായിട്ട് മുറുക്കിയൊന്നും മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു എയർ ഫോം ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ എഗ് യോക്കിലാണെങ്കിലും എയർ ഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഗ് വൈറ്റിലാണെങ്കിലും എയർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഹാർഷായിട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ ആ എയർ എല്ലാം പോയി കേക്ക് ഭയങ്കര ഫ്ലാറ്റ് ആവും. എഗ് വൈറ്റ് മിക്സ് ചെയ്യുമ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എഗ് വൈറ്റിൻ്റെ ഭാഗങ്ങളൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് ബേക്ക് ചെയ്യുമ്പം എഗ് വൈറ്റ് മാത്രമായിട്ട് ഇങ്ങനെ മുകളിൽ വന്നിരിക്കും. അപ്പോൾ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ഈ എയർ നിറഞ്ഞിട്ടുള്ള ഈ ഒരു മിക്സ്ചർ പെട്ടെന്ന് അങ്ങോട്ട് താഴ്ന്നു പോകും വെയിറ്റ് കാരണം. അതുകൊണ്ട് കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വളരെ ജെൻറ്റലായിട്ട് നേരത്തെ പറഞ്ഞോണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും എഗ് വൈറ്റിൻ്റെ മിക്സ് ഉള്ളത് ചേർത്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. വീണ്ടും മിക്സ് ചെയ്യണം. അതിനുശേഷം ഏറ്റവും അവസാനം എഗ് വൈറ്റ് ആയിരിക്കണം ചേർക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചേർക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എഗ് വൈറ്റ് ആയിരിക്കണം, അവസാനത്തെ ഭാഗവും എഗ് വൈറ്റ് ആയിരിക്കണം. അവൻ 10 മിനിറ്റെങ്കിലും 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 8.5 ഇഞ്ചിൻ്റെ പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറും കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ഒരു 8.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉള്ളതെങ്കിലും കുഴപ്പമില്ല, അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ പാർച്ച്മെൻറ്റ് പേപ്പർ നിങ്ങൾ ലൈൻ ചെയ്യുമ്പം കുറച്ച് ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഇതിന് മുകളിലോട്ട് അങ്ങോട്ട് റൈസ് ചെയ്യാൻ കുറച്ചും കൂടെ സ്ഥലം കിട്ടും. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന 8 ഇഞ്ച് 8.5 ഇഞ്ച് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കേക്ക് ടിന്നിൻ്റെ പകുതി ഭാഗം വരെ മാത്രം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അപ്പോഴായിരിക്കും ഇതിലത്തെ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 50 മിനിറ്റോളം ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബേക്കിംഗ് ടൈം 40 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയാണ്.
എനിക്കിത് എക്സാക്ട്ലി 48 മിനിറ്റാണ് ബേക്കിംഗ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുക്ക് കുത്തി നോക്കുമ്പം വളരെ ക്ലീൻ ആയിട്ടാണ് പുറത്ത് വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിൽ തന്നെ ഒരു 6 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിനൊരു കൂളിംഗ് റാക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട ഒരു പ്ലേറ്റിലോട്ടോ നമുക്ക് കമത്തി വയ്ക്കാം. ഇതിനാണെങ്കിൽ ഒട്ടും തന്നെ വെയിറ്റ് ഇല്ലാത്ത വളരെ പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ ജെന്റിലായിട്ട് വേണം ഇതിലത്തെ പാർച്ച്മെന്റ് പേപ്പർ ഊരിയെടുക്കാനായിട്ട്. ഇതിനെ നന്നായിട്ട് ലെയർ ചെയ്യണമെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ചൂടാറണേന് മുന്നേ ഇതിനെ ലെയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊടിഞ്ഞു പോകും. പിന്നെ ഈ ഒരു കേക്കിന് മാത്രം, ഈ ഒരു സ്പോഞ്ച് കേക്കിന് മാത്രം ഏകദേശം 400 ഗ്രാം വെയിറ്റ് ആണ്. കേക്കിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലെയർ ചെയ്യാം. ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്കൊരു പ്ലേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ പ്ലേറ്റിൽ വെച്ച് ചെയ്താലും മതി. വളരെ നന്നായിട്ട് തണുത്തിട്ടാണ് ലെയർ ചെയ്യണമെങ്കിൽ ഈ കേക്ക് ഒട്ടും തന്നെ പൊടിഞ്ഞു പോവാണ്ട് 3 ലെയറായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ലെയർ ചെയ്യാൻ പറ്റും. എന്നാലും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ പേടിയായിരിക്കും എങ്ങാനും പൊട്ടിപ്പോവോ ശരിയാവുമെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരുവാണ്. നിങ്ങൾ ആദ്യം ഇത് ലെയർ ചെയ്യണതിന് മുന്നേ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് 3 or 2 ലെയറാക്കി മുറിക്കാം. ഞാൻ 3 ലെയറാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം ഒരേ വലിപ്പത്തിൽ വേണം 3 ലെയറും ആകാനായിട്ട്. അപ്പോൾ ഒരു നല്ലൊരു മൂർച്ചയുള്ള കത്തി കൊണ്ട് നമുക്ക് പതുക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്നിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ മാർക്കിങ് കിട്ടും. അങ്ങനെ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 3 ലെയറായിട്ട് കിട്ടും. പിന്നെ നമുക്ക് മുറിക്കുന്നത് ആ ഒരു മാർക്കിംഗ് വെച്ചിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് വളരെ എളുപ്പമായിരിക്കും. ഞാൻ ആ മാർക്കിംഗ് ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. താഴെ ഒരു ലൈൻ ഉണ്ട്, നടുക്കും ഒരു ലൈൻ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ലൈൻ അനുസരിച്ച് നമുക്ക് പതുക്കെ തിരിച്ചു കൊടുത്ത്, പ്ലേറ്റിലാണെങ്കിലും പതുക്കെ തിരിച്ചു കൊടുത്ത് നല്ലൊരു ഷാർപ്പ് കത്തി ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ആദ്യത്തെ ലെയർ മുറിച്ചെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, ഒട്ടും തന്നെ പൊടിഞ്ഞിട്ടുമില്ല. ഇനി അടുത്ത ലെയറും മുറിച്ചെടുക്കാം. ഓരോ കേക്ക് ലെയറും നമ്മൾ വെക്കണേൻ്റെ ഇടയിൽ ഓരോ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. 3 കേക്ക് ലെയേഴ്സും ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ മുറിക്കണം. അപ്പോഴായിരിക്കും കാണാനും ഭംഗി, കഴിക്കാനും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ കേക്കിലോട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പരുവം അരച്ചെടുക്കണം. മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിലോട്ട് 2 തുള്ളി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാങ്ങയുടെ കളറ് മങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നും 1/4 കപ്പ് മാംഗോ പേസ്റ്റ് മാറ്റി വെക്കണം. അത് മാംഗോ വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മാംഗോ പേസ്റ്റ് നമ്മൾ ലെയർ ചെയ്യുമ്പം ഉപയോഗിക്കും. ഞാനിവിടെ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. മൈക്രോവേവിലാണ് മെൽറ്റ് ചെയ്യണമെങ്കിൽ ഒരു 10 സെക്കൻഡ് കൂടുമ്പം ഒന്ന് ഇളക്കി കൊടുക്കണം. അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനിയിപ്പോൾ മൈക്രോവേവ് മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. ഒരു ചായപാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ ഈ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു പക്കടം കൊണ്ട് ആ ഒരു സ്റ്റീൽ പാത്രം ആ തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിലും ഇത് മെൽറ്റായി കിട്ടും. ഇനി ചില സമയത്ത് ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അത് മെൽറ്റ് ആകും, പക്ഷേ ഇങ്ങനെ ഉരുണ്ട് ബോൾ പോലെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും. എങ്ങാനും അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് വരുന്നത്, മെൽറ്റ് ആവുന്നില്ലെങ്കിൽ അങ്ങനെ ബോളായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ നല്ല തിളച്ച വെള്ളം ഈ മിൽക്ക് ചോക്ലേറ്റ് ചിപ്സിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് നന്നായിട്ട് മെൽറ്റായി കിട്ടും. പക്ഷെ വെള്ളം ഒരുപാട് ചേർക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതിലോട്ട് കുറച്ച് ക്രീം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ക്രീം ചീസ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫിലഡൽഫിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്രീം ചീസാണ്. നമ്മൾ ഏതൊരു ക്രീം ചീസ് വെച്ചിട്ടുള്ള ഡെസേർട്ട് ചെയ്യുമ്പോഴും ഫിലഡൽഫിയ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല ഫ്ലേവർ കിട്ടാൻ സഹായിക്കുന്നത്. പക്ഷേ എനിക്കറിയാം ഈ ഒരു ബ്രാൻഡ് എല്ലായിടത്തും കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവിടെ കിട്ടുന്ന ഏത് ക്രീം ചീസാണെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ക്രീം ചീസ് കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ ഒരു റെസിപ്പി ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രീം ചീസ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഉടനെ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ വേറെ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ ക്രീം ചീസ് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു റെസിപ്പിയിലോട്ടും നിങ്ങൾക്കത് യൂസ് ചെയ്യാം.
അപ്പോൾ ഞാനിവിടെ 227 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളതാണ്. ഒഴുകി പോവാനും പാടില്ല, പക്ഷെ നമ്മൾ തൊടുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വൈറ്റ് ചോക്ലേറ്റിന് ഒരുപാട് ചൂട് പാടില്ല കേട്ടോ. വളരെ നന്നായിട്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1/4 കപ്പ് മാംഗോയുടെ പേസ്റ്റ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. വളരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നല്ല തണുത്ത 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു ബൗളിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 1 കപ്പ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഐസിങ് ഷുഗർ ഇല്ലെങ്കിലും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഐസിങ് ഷുഗർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ലോ സ്പീഡിൽ 1 മിനിറ്റും ഹൈ സ്പീഡിൽ 3 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ ബീറ്റ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്റ്റിഫ് പീക്കായിട്ട് കിട്ടും. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ ക്രീം ചീസിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 സെക്കൻഡ് മാക്സിമം ബീറ്റ് ചെയ്യുക. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി ഇട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 15 സെക്കൻഡ് മാക്സിമം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിത് ഐസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഫേം ആയിട്ടിരിക്കും നമ്മളുടെ ക്രീം. നിങ്ങളുടെ കയ്യിൽ ഒരു കേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ, ടേൺ ടേബിളും ഉണ്ടെങ്കിൽ ഇതുപോലെ ടേൺ ടേബിളിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. കേക്ക് ബോർഡിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ആദ്യത്തെ ലെയർ കേക്ക് വെക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിത് അസംബിൾ ചെയ്യുന്ന സമയത്ത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ട് അങ്ങനെ ഒട്ടിയിരുന്നോളും. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പേസ്റ്റിൽ നിന്നും കുറച്ച് ഈ ഒരു ലെയറിൽ ഏറ്റവും ആദ്യം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഈവണായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പം ആ മാംഗോയുടെ ഫ്ലേവർ നല്ല സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ആ സ്പോഞ്ചിൻ്റെ അകത്തോട്ട് നാച്ചുറലായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു മാംഗോ ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മാംഗോ ക്രീം ചീസ് വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണാണ് ഓരോ ലെയറിലും ഇടുന്നത്. അപ്പോൾ നിങ്ങളിടുമ്പോഴും 2 ലെയറിലല്ലേ ഇപ്പോൾ ഉള്ളത്, അപ്പോൾ 2 ലെയറും ഈക്വലായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമായിരിക്കും നമ്മൾ കേക്ക് സ്ലൈസ് ചെയ്യുമ്പം ഒരേപോലെ ഇരിക്കാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ലെയറിൽ നിങ്ങൾ 4 ടേബിൾ സ്പൂൺ വിപ്പ് ക്രീം അല്ലെങ്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഇടണമെങ്കിൽ അടുത്ത ലെയറിലും 4 വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ മാംഗോ പേസ്റ്റ് ഇടുമ്പോഴും നമ്മൾ എത്ര മാംഗോ പേസ്റ്റ് ആണോ ഈ ഒരു ലെയറിലിട്ടത് അത്രയും തന്നെ അടുത്ത ലെയറിലും ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ലെയർ കേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഈ കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് പൊട്ടാണ്ട് സൂക്ഷിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഈ ലെയറിലും നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്തോണമുള്ള എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ എത്ര മാംഗോ പേസ്റ്റ് ആണ് ഇട്ട് കൊടുത്തത് അത്രയും തന്നെ ഈ ലെയറിലും ആദ്യം ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ 4 വലിയ ടേബിൾ സ്പൂൺ മാംഗോ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആയിരുന്നല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ലെയറിലും 4 വലിയ ടേബിൾ സ്പൂൺ മാംഗോ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഇതുപോലത്തെ ലെയർ കേക്ക്സിൽ എല്ലാവരും ഷുഗർ സിറപ്പാണ് ആദ്യം ഇടുന്നത്. അതിനുശേഷമാണ് ക്രീമെല്ലാം സ്പ്രെഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യത്തെ ലെയർ തന്നെ മാംഗോ പേസ്റ്റാണ് ഇടുന്നത്. മാംഗോ പേസ്റ്റിൽ തന്നെ ആവശ്യത്തിലും കൂടുതൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അതിടുമ്പം ഈ ഒരു കേക്കിൻ്റെ സ്പോഞ്ചിലോട്ട് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ കേക്ക് ലെയേഴ്സ് നാച്ചുറലി ഒന്നും കൂടെ സോഫ്റ്റ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഷുഗർ സിറപ്പും കൂടി ഇടുവാണെങ്കിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം പോലെയായി ഓവർ സോഫ്റ്റായി പോവും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു റെസിപ്പിയിൽ ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല. കേക്കിൻ്റെ ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. അതിലും ഞാൻ കുറച്ച് മാംഗോ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബോട്ടം ഭാഗമാണ് ടോപ്പ് ലെയർ ആയിട്ട് ഞാൻ എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കേക്കിൻ്റെ ബോട്ടം ഭാഗമായിരിക്കും ഏറ്റവും ഫ്ലാറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഐസ് ചെയ്യുമ്പോഴും കാണാൻ ഭംഗി വരിക ഈ ബോട്ടം ലെയർ വെക്കുമ്പോഴായിരിക്കും. ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ബാക്കിയുള്ള ക്രീമും അതുപോലെ തന്നെ ഈ കേക്കും കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ക്രീമെല്ലാം ഫേം ആയിക്കോളും. നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ബാക്കി ഭാഗം ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട്. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഈ കേക്ക് ഫുള്ളും നമുക്ക് ബാക്കിയുള്ള ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ സൈഡ്സ് ഒന്ന് സ്മൂത്തൻ ആക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതല്ല അതിൻ്റെ ടൂള്, ഇത് ഞാനൊരു ഡോ സ്ക്രേപ്പറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ മറ്റേ ആ ടൂള് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ ടൂൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ആ ടൂൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ ഒരു വീതിയുള്ള നൈഫോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് സ്മൂത്തൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 10 മിനിറ്റ് ഈ കേക്കിന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ശരിക്കും എനിക്കൊരു ചെറിയൊരു ഡിസൈൻ കൊടുക്കണം എന്നായിരുന്നു. അപ്പോൾ അത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മാംഗോയുടെ പേസ്റ്റ് ബാക്കിയുള്ളതും കൂടെ ഇടാൻ ഏറ്റവും നല്ലത്. ഞാനത് മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ആദ്യമേ ഈ പേസ്റ്റ് ഇടുവാണ്. നിങ്ങൾ ചെയ്യുമ്പം ആ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ഇതിടുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള മാംഗോ പേസ്റ്റ് ഒന്ന് നടുക്ക് ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഞാനിപ്പോൾ കുറച്ച് പ്ലെയിൻ വിപ്ഡ് ക്രീം വേറെ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മാംഗോ ക്രീം അല്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാംഗോ ക്രീം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഈ ഒരു നോസിൽ ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ വേഫർ സ്റ്റിക്സ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതൊരു മാംഗോ കേക്ക് അല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഷ് മാംഗോസും കൂടെ വെച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ കേക്കിനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഫ്രീസറിലല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, എന്നാലേ ഇത് നന്നായിട്ട് സെറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ആ മാംഗോയുടെ ഫ്ലേവറൊക്കെ കേക്ക് ലെയേഴ്സിലോട്ട് ശരിക്കും പിടിക്കണമെങ്കിൽ അത്രയും സമയം വേണം. എന്നിട്ട് നമുക്ക് രാവിലെ ഓവർനൈറ്റ് വെച്ചാൽ ഏറ്റവും നല്ലത്. എന്നിട്ട് രാവിലെ നമുക്കിതിനെ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല, കാരണം ഇതെൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ബേക്ക് ചെയ്ത കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളായിരുന്നു കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും ഞാൻ ഇതിലിപ്പോൾ ഇടുന്നില്ല. പക്ഷെ ഇതാ ഞങ്ങളൊരു സ്ലൈസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റാണെന്ന്? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.